ഇപ്പോൾ വളരെ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പൂർണ്ണമായും നമുക്കറിയാം കേരളത്തിൽ ബി.ജെ.പിയും യു.ഡി.എഫും ഈ ആഗോള സംഗമം അയ്യപ്പ സംഘം ബഹിഷ്കരിച്ചിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴിതാ യു.പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഈ അയ്യപ്പ സംഗമത്തിന് ആശംസ അറിയിച്ചിരിക്കുന്നു. എന്തിന്റെ സൂചനയാണ് ഇതെന്ന് മനസ്സിലാക്കണം. ക്ഷമിക്കണം ഭവ്യ, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ ബി.ജെ.പിയുടെ ഒരു മുഖ്യമന്ത്രി കൂടി ഇപ്പോൾ ഇത്തരത്തിലൊരു അയ്യപ്പ സംഗമത്തിന് ആശംസ അർപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് വളരെ കൃത്യമായി തന്നെ ഇവിടെ വേദിയിൽ ഇത് വായിക്കും എന്നാണ് ദേവസ്വം മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ദൌത്യം അത് ഈ പറഞ്ഞതുപോലെ ബി.ജെ.പിയുടെ ഒരു മുഖ്യമന്ത്രി കൂടി ആശംസ അർപ്പിക്കുന്ന ഒരു സാഹചര്യം ഒരുങ്ങുന്നത് വളരെ പ്രധാനമാണ്. മഞ്ജുഷ, അത് കാരണം യോഗി ആദിത്യനാഥിനെ പോലെ ഒരു കേരളത്തിലെ ഇന്ത്യയിലെ ശക്തനായ ഒരു ബി.ജെ.പി മുഖ്യമന്ത്രി കൂടി ആഗോള അയ്യപ്പ സംഘത്തിന് എനിക്ക് എത്താൻ സാധിക്കില്ല, പക്ഷേ എങ്കിൽ പോലും ആശംസ അർപ്പിക്കുന്നത് പറയുകയാണ്. ശരിയാണ്, അതൊരു നേട്ടം തന്നെയാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം യോഗി ആദിത്യനാഥിന്റെ ആശംസ. അത് മാത്രമല്ല, പന്തളത്ത് 22-ാം തീയതി നടക്കാൻ പോകുന്ന അയ്യപ്പ സംഗമത്തിൽ, അതായത് സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും അയ്യപ്പ സംഘത്തെ എതിർക്കുന്ന ആളുകൾ, അത് സംഘപരിവാർ സംഘടനകളുണ്ട്, മറ്റ് ഹൈന്ദവ സംഘടനകളുണ്ട്, അതുപോലെ ബി.ജെ.പിയും അയ്യപ്പ സംഗമത്തിന് 22-ാം തീയതി പന്തളത്ത് ചേരുന്ന അയ്യപ്പ സംഗമത്തിന് പിന്തുണ നൽകിയിട്ടുണ്ട്. അവിടെ യോഗി ആദിത്യനാഥിനെ കൊണ്ടുവരുവാനുള്ള ഒരു ശ്രമം പോലും നടന്നിരുന്നതാണ്. പക്ഷേ ആദിത്യനാഥ് വരുന്നില്ല, അല്ലെ? പന്തളത്തെ സംഗമത്തിൽ ഇല്ല, അദ്ദേഹം അണ്ണാമലയാണ് സംഗമത്തിൽ വരുന്നത്. പക്ഷേ ഇപ്പോൾ യോഗി ആദിത്യനാഥിന്റെ ഒരു ആശംസ കിട്ടുന്നു എന്ന് പറയുന്നത് അത് സംസ്ഥാന സർക്കാരിന് നേട്ടമായിട്ട് തന്നെ കരുതാം. പിന്നെ സർക്കാരുകൾ തമ്മിലുള്ള ഒരു ആശയവിനിമയം എന്നുകൂടി കണക്കാക്കാം. ഇവിടെ സർക്കാർ നേരിട്ട് മുൻകൈ എടുത്തുകൊണ്ട് ഒരു അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുമ്പോൾ അതിനൊരു ആശംസ നൽകുന്നു ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി എന്ന രീതിയിലും കാണാം. പക്ഷേ എന്തായാലും സർക്കാരിനൊരു നേട്ടം തന്നെയാണ്. കാരണം രാഷ്ട്രീയമായി എതിരായി നിൽക്കുന്നു. അത് മാത്രമല്ല, അയ്യപ്പ വിശ്വാസത്തിന്റെ കാര്യത്തിലും അന്ന് യുവതി പ്രവേശന വിഷയത്തിലുമൊക്കെ എതിർചേരിയിൽ നിൽക്കുന്ന ആളുടെ കയ്യിൽ നിന്ന് തന്നെ, അല്ലെ, ബി.ജെ.പിയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവിന്റെ കയ്യിൽ നിന്ന് തന്നെ, യു.പി മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഇങ്ങനെ ഒരു ആശംസ കിട്ടുമ്പോൾ അതൊരു നേട്ടമായി തന്നെ സംസ്ഥാന സർക്കാർ അവകാശപ്പെടും. ഇത് സംസ്ഥാന സർക്കാർ വിശ്വാസികൾക്കൊപ്പമാണ് എന്ന കാര്യം അത് അവിടുന്ന് പോലും യു.പി മുഖ്യമന്ത്രിക്ക് പോലും ബോധ്യമായിട്ടുണ്ടല്ലോ എന്ന കാര്യം കൂടി പറയാവുന്നതാണ്, അല്ലെ? അങ്ങനെ സർക്കാരിന് അവകാശപ്പെടാവുന്നതാണ്. അതെ, ഈ ഒരു ആശംസയായി ദേവസ്വം മന്ത്രിയുടെ ഓഫീസിലേക്കാണ് ഈ കത്ത് യോഗി ആദിത്യനാഥ് അയച്ചിരിക്കുന്നത് എന്നതാണ്. അതിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് തനിക്ക് വരാൻ സാധിക്കില്ല, പക്ഷേ കേരളത്തിൽ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയായി, അയ്യപ്പ ഭക്തർ ഒത്തുചേരുന്ന ഒരു പരിപാടിയായി കൂടി താൻ ഇതിനെ കാണുന്നു. അതനുസരിച്ച് ഉള്ള ഒരു ആശംസ ശബരിമല വികസനത്തിന് അനിവാര്യമായ നിർദ്ദേശങ്ങളടക്കം തയ്യാറാക്കിയാണ് പല പ്രതിനിധികളും ആഗോള അയ്യപ്പ സംഗമത്തിന് എത്തിയതെന്ന് മനസ്സിലാക്കുന്നു. അല്പസമയത്തിനകം മുഖ്യമന്ത്രി ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം അല്പസമയത്തിനകം മുഖ്യമന്ത്രി ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യും. മന്ത്രിയും മുഖ്യമന്ത്രിക്കൊപ്പം വെള്ളാപ്പള്ളി നടേശനും കൂടിയാണ് ഒരു ഔദ്യോഗിക വാഹനത്തിൽ അങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത്.